നമസ്കാരം, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല. കാരണം കുറച്ച് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് തന്നെ എന്താ പറയുക, പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഈ ഒരു വിഷയം സംസാരിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഇനി ദിനം പ്രതി വീഡിയോകൾ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അഖിൽ NRD മേഘ, അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അഖിൽ NRDയുടെ ഭാര്യ മേഘ കാമുകനൊപ്പം ഒളിച്ചോടി എന്നായിരുന്നു ആ ഒരു പോസ്റ്റ്. സത്യത്തിൽ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ചില കഴപ്പണം കേട്ടവന്മാരുണ്ടല്ലോ, ഈ എന്താ പറയുക ഞരമ്പന്മാര്, അവന്മാരിട്ട പോസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും സീനൊക്കെ അങ്ങോട്ട് മാറി. കുറേ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഈ പറഞ്ഞ മേഘനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് പുറത്തുവിടാൻ തുടങ്ങി. അവരുടെ അഭിപ്രായങ്ങൾ പുറത്തു പറയാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇത് സംഭവം ജെന്യൂനാണ്. അതായത് അഖിൽ NRDയുടെ ഭാര്യ മേഘ വേറെ ഏതോ ഒരുത്തൻ്റെ ഒപ്പം ഒളിച്ചോടി. എന്താണല്ലേ അവസ്ഥ. മറ്റുള്ള ആളുകളെ ചിരിപ്പിച്ച് അവരുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ സഹായിച്ച അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഈ നായിൻ്റെ മോൾക്ക് അവനെ വേണ്ട. ഈ 2-3 മാസമായിട്ട് പരിചയപ്പെട്ട ഒരുത്തൻ്റെ കൂടെ അവനെ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് ഡിവോഴ്സായിട്ട് പോയിക്കൂടായിരുന്നോ? ഇപ്പോൾ ആ ചെക്കനെ നാണം കെടുത്തി നിൻ്റെ വീട്ടുകാർ, അതായത് നിൻ്റെ അച്ഛനമ്മ, അതിന് സഹോദരങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, അവരുണ്ടെങ്കിൽ അവരെയും നാണം കെടുത്തിക്കൊണ്ടാണ് നിൻ്റെ ഈ ഒരു ഒളിച്ചോട്ടം. അതും പോയിരിക്കുന്നതോ 2-3 മാസം പരിചയമുള്ള ഏതോ ഒരു ബസ്സിലെ കണ്ടക്ടറാണോ ഗിളിയാണോ ഡ്രൈവറാണോ എന്ന് അറിയത്തില്ല, അങ്ങനെ പറയുന്നുണ്ട്, കണ്ടക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അവനായിട്ട് എന്തെങ്കിലും നിനക്ക് ഒത്തുചേരാൻ പറ്റായിക ഉണ്ടായെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ച് ലീഗലി ഡിവോഴ്സായിട്ട് കണ്ടക്ടറിൻ്റെ ഒപ്പമോ കിളിയുടെ ഒപ്പമോ ഡ്രൈവറിൻ്റെ ഒപ്പമോ ആരുടെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് പോകാമായിരുന്നല്ല. അതിന് പകരം നീ കാണിച്ചെന്തുവാ, രാത്രിക്ക് രാത്രി ഇറങ്ങിപ്പോകും. ആ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ആ CCTV ദൃശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മുല്ലപ്പൂവൊക്കെ ചൂടിക്കൊണ്ടാണ് ചേച്ചി പോകുന്നത്. മാത്രമല്ല ഒരു കൊട്ട സാധനവും കയ്യിലുണ്ട്. അപ്പം ഈ കൂട്ടിക്കൊണ്ട് പോയതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. 10 പൈസ കയ്യിലെടുക്കാനില്ലാത്തവനാണോ അവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയത്? എന്തായാലും അഖില് മേടിച്ചു കൊടുത്ത ഒരുമാതിരിപ്പെട്ട സാധനങ്ങളും കൊണ്ടാണ് ചേച്ചി മുങ്ങിയിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നു, ഉള്ളുപ്പുണ്ടാന്ന് നോക്കണം, ഉള്ളുപ്പ്. എന്തായാലും ആ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടുപോകും. ഏകദേശം 3 വർഷം പ്രണയിച്ചിട്ടാണ് ഈ മേഘയും അഖിലും തമ്മിലുള്ള വിവാഹം നടന്നിട്ടുള്ളത്. അപ്പം ഈ പ്രണയത്തിനൊക്കെ ഇന്നത്തെ കാലത്ത് എന്ത് വിലയുള്ളത്? മാത്രമല്ല ഈ ഒരു പെൺകുട്ടിക്ക് നല്ല രീതിയിൽ സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. അതായത് ആ പെണ്ണിൻ്റെ കല്യാണ വീഡിയോസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, നിരവധി ഓർണമെൻറ്റ്സ് ഈ പെണ്ണിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൊണ്ടൊക്കെയാണോ മുങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തമ്പുരാനറിയാം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേഘയുടെ കാര്യം ഞാനൊരു കാര്യം പറയാം.
പെരുവഴിയിലാവും മോളെ, നീ പെരുവഴിയിലാവും. നിന്റെ കയ്യിലുള്ള സാമാനങ്ങളൊക്കെ വിറ്റ് തീർത്തും ഈ ഒരു തുടക്കത്തിലുള്ള ബാക്കിയുള്ള സംഭവങ്ങളുടെ പുതുമയും തീർന്നു കഴിയുമ്പോൾ നിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിരിക്കും എന്ന് പറഞ്ഞാൽ പരിതാപകരമായിരിക്കും. ചില ആളുകൾ പറയുന്നുണ്ട് ഇവന്റെ പേര് പൂവാലൻ, അതായത് ഈ ബസ് കണ്ടക്ടറിന്റെ ഇരട്ടപ്പേരെന്ന് പറയുന്നത് പൂവാലൻ ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു പേര് വീഴണമെങ്കിൽ അവന്റെ സ്വഭാവശുദ്ധി എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മേഘയുടെ സ്ഥാനത്ത് വേറെ പലർക്കും ചാൻസ് ഉണ്ടെന്ന് നമുക്ക് കരുതാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കണം എന്ന് ഞാൻ പറയുള്ളൂ. നശിച്ച് നാറാണക്കല്ലെടുത്ത് ഈ പറയുന്ന അഖിലിൻ്റെ അടുത്തേക്ക് ഇവള് ചെല്ലണം, കരഞ്ഞുകൊണ്ട് ചെല്ലണം. അതല്ല അഖിലുമായിട്ട് നിനക്ക് ഒത്തുചേരാൻ പറ്റുന്നില്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് സംസാരിച്ച് പിരിയാമായിരുന്നു. 3 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച് 1 വർഷം കൂടെ താമസിച്ച് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഓക്കെ, ദാമ്പത്യ ജീവിതം തുടങ്ങിയതിന് ശേഷം ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അതൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണമായിരുന്നു. അതല്ല നിങ്ങൾക്ക് ഒട്ടും ഒത്തുചേരാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ മാന്യമായിട്ട് പിരിയാമായിരുന്നു. അല്ലാതെ വേറെ എന്ത് പറയാനായിട്ട്. എന്തായാലും ആ കഴപ്പണം കെട്ടവനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. രാത്രി 10 മണിക്ക് കാറുമായിട്ടൊക്കെ കാത്തു നിന്ന് തട്ടിക്കൊണ്ട് പോയല്ലാടേ. ഈ അഖിലനാരിയുടെ വീഡിയോസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം നമ്മൾ വർക്കിനിടയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ ഇവരുടെ ഷോർട്സും റീൽസൊക്കെ കാണുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. അവനിപ്പോൾ ശരിക്കും പറഞ്ഞൊരു പീക്ക് ലെവലിൽ നിൽക്കുന്നൊരു സമയമാണ്. അവന് മലയാളികൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മലയാളികളും അവനറിയും. എന്തായാലും അവൻ്റെ കരിയറും മൂഞ്ചിച്ച് നശിപ്പിച്ചിട്ടാണ് എൻ്റെ ഒടുക്കത്തൊരു പോക്ക്. നന്നാവൂലടി, നീ ഒരിക്കലും നന്നാവൂല. അവനെന്തായാലും നിന്നെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിന്റെ കയ്യിലുള്ള സാമാനങ്ങളൊക്കെ തീർന്ന് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയാണ് നിന്നെ ഏതെങ്കിലും ഓടെ കൊണ്ടെത്തള്ളൂ. നീ അല്ലെങ്കിൽ കുറിച്ച് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രണയം എന്നൊക്കെ പറയുന്നത് ഇത്രേ ഉള്ളൂ. കുറച്ചാൾ പ്രണയിക്കുക, കല്യാണം കഴിക്കുക, പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ തന്നെ കണ്ടുപിടിക്കുക, പോവുക, അല്ലേ? നല്ലൊരു ഉള്ളടക്കമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ മേഘയ്ക്കും പുതിയ ഹസ്ബൻഡിനും എൻ്റെ വിവാഹ മംഗള ആശംസകൾ നേരുന്നു. ചാടി.